സാർ, ഈ ഡൽഹിയിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇലക്ഷൻ വരാൻ വേണ്ടി പോവുകയാണ്, തൊട്ടടുത്ത സമയത്ത് തന്നെയാണ് ഇലക്ഷൻ. ഈ പറയുന്ന പോലെ അരവിന്ദ് കെജ്രിവാൾ വീണ്ടും അധികാരത്തിലേക്ക് വരുമോ, അല്ല അദ്ദേഹം ജയിലിൽ കിടന്നതിൻ്റെ ഭാഗമായി അവിടെയുള്ള AAPയുടെ ഒരു നയത്തിനൊക്കെ വിരുദ്ധമായിട്ട് അവർ അഴിമതി പാർട്ടിയാണ് എന്നുള്ളത് ഡൽഹി ജനതയ്ക്ക് ബോധ്യപ്പെട്ടു എന്നാണ് പലരും പറയുന്നത്. BJPയുടെ വരവ് എന്താണ് ഇല്ലാതാക്കാൻ വേണ്ടി അവിടെ ഇപ്പോൾ സനാതൻ ധർമ്മ സേന എന്നൊക്കെ പറഞ്ഞിട്ടൊരു പുതിയ സംഘടനയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ വല്ലാതെ ഭയക്കുന്നുണ്ടോ AAP? AAPക്ക് വല്ലാത്തൊരു ഭയമുണ്ട്. കാരണം 2013 രൂപം കൊണ്ട് വന്ന ഒരു പാർട്ടി അപ്രതീക്ഷിതമായി ഡൽഹി പിടിച്ചു. അതിന് പിന്നാലെ ഇപ്പോൾ പഞ്ചാബും കൂടി അവർ കിട്ടി. ഇന്ത്യയിലെ 2 സ്റ്റേറ്റിൽ അവർ ഭരണത്തിലാണ്. അതെ. ഈ ഭരണത്തിൽ ഡൽഹിയിൽ ഒരു തുടർഭരണം കൂടെ കിട്ടിയപ്പോൾ ആ പാർട്ടി, അഴിമതിക്കെതിരെ ചൂലെടുത്ത് വന്ന പാർട്ടി, ഒരു വലിയ കുംഭകോണത്തിൽ ചെന്നകപ്പെട്ടു. അതാണ് ആ പാർട്ടിയെ സംബന്ധിച്ച്, ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വൈരുദ്ധ്യം. നമുക്കറിയാം, ആദ്യത്തെ തവണ കെജ്രിവാൾ അധികാരത്തിലേക്ക് വന്നപ്പോൾ അന്നൊരു ദേശീയ പത്രത്തിൻ്റെ ഹെഡിങ് എവരി വാൾ ദർ ഈസ് കെജ്രിവാൾ എന്നായിരുന്നു. അപ്പോൾ ഇപ്പോൾ അവിടുത്തെ ഓരോ ചുവരിലും കെജ്രിവാൾ ഇല്ല. അഥവാ ഉണ്ടെങ്കിൽ കെജ്രിവാളിൻ്റെ മുഖം, അദ്ദേഹം ഉയർത്തിയ ചൂൽ അദ്ദേഹത്തിൻ്റെ മുഖത്ത് തന്നെ പതിക്കുന്ന ഒരവസ്ഥയാണ്. ഈ ദയനീയ അവസ്ഥ നിലനിൽക്കെ മദ്യ അഴിമതിയിൽ മുങ്ങി 2500 കോടിയോളം രൂപ എക്സ്ചക്കറിന് നഷ്ടം വരുത്തിയ ഒരു അഴിമതിയാണ് അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്നത്. കൂടാതെ ഡൽഹിയിലെ സാമാന്യ ജനങ്ങളെ ഏറ്റവും അലട്ടുന്ന ഒരു പ്രശ്നം അവിടുത്തെ എയർ പൊല്യൂഷനാണ്. വായു മലിനീകരണം ഉണ്ടാക്കുന്നത് പഞ്ചാബിൽ ഈ നെല്ല് കൊയ്ത പാടത്തെ അവശേഷിച്ച കുറ്റി കത്തിക്കുന്നതിൽ നിന്ന് ഉയരുന്ന പുകയാണ്. അത് പടിഞ്ഞാറൻ കാറ്റിൽ ഡൽഹിയിലാണ് വന്ന് പതിക്കുന്നത്. അപ്പോൾ പഞ്ചാബിലെ ഭരണകൂടത്തിന് അവിടുത്തെ കൃഷിക്കാരെ അതിൽ നിന്ന് വിലക്കി അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെയും തിക്തഫലം അനുഭവിക്കേണ്ടത് ആം ആദ്മി ഭരിക്കുന്ന ഡൽഹിയിലെ ജനങ്ങളാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഈ തരം 2 പ്രധാന വിഷയം, എന്തെല്ലാം സൗജന്യങ്ങൾ ആം ആദ്മി പ്രഖ്യാപിച്ചാലും ഇത് 2 പ്രധാനപ്പെട്ട വിഷയമായി നിഴലിക്കും, തെരഞ്ഞെടുപ്പിനെ ബാധിക്കുകയും ചെയ്യും. നേരെ മറിച്ച് ഇപ്പോഴവിടുത്തെ സ്ഥിതി എങ്ങനെയാണ്? ത്രികോണ മത്സരമാണ്, ശക്തമായ ത്രികോണ മത്സരം. കോൺഗ്രസ് ഇപ്പോൾ അജിത് പവാർ NCPയും കൂടെ അവിടെ വന്നിരിക്കുന്നു. അത് മുന്നണിയായിട്ടല്ല, അവർ 30 സീറ്റിൽ മത്സരിക്കാൻ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, കെജ്രിവാളിൻ്റെ ന്യൂഡൽഹി സീറ്റ് അടക്കം. അപ്പോൾ ഒരു തരത്തിൽ NCP ഡൽഹിയിൽ ഒരു അവഗണിക്കാവുന്ന കക്ഷിയാണ്. പ്രത്യേകിച്ചും അജിത് പവാർ, അതിൽ ശരത് പവാറിൻ്റെ പാർട്ടിയല്ല, മറ്റേ മഹാരാഷ്ട്രയിലെ NDA സഖ്യത്തിൽപ്പെട്ട ഒരു പാർട്ടി. അവിടെ BJPയുടെ സഖ്യത്തിൽ അല്ലാതെയാണ് അവർ സ്വതന്ത്രരായി മത്സരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ചതുഷ്കോണമോ ത്രികോണമോ എന്ന് പറയാവുന്ന ഒരു ശക്തമായ മത്സരം നടക്കേ വരുന്ന ഈ 2 ആഴ്ചയ്ക്കുള്ളിൽ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ മത്സരിക്കുന്നതിൽ കോൺഗ്രസിൻ്റെ അവിടുത്തെ സാധ്യത എന്താണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ആം ആദ്മി പാർട്ടി ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നു. പിന്നെ വരാവുന്ന ഒരു പ്രധാന എതിരാളി, BJPക്ക് വരാവുന്ന ഒരു പ്രധാന എതിരാളി കോൺഗ്രസ്സാണ്. അതെ. കോൺഗ്രസ്സിൽ മുൻ മുഖ്യമന്ത്രി ഷീലാ ദീക്ഷിത്തിൻ്റെ മകനടക്കം സ്ഥാനാർത്ഥികളാണ്. അവർക്ക് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ എന്താണ് അവരുടെ സ്ഥിതി? ഷീലാ ദീക്ഷിത്തിൻ്റെ 15 വർഷത്തെ ഭരണം പോയതിനു ശേഷം ഡൽഹിയിൽ കോൺഗ്രസ്സിന് തിരിഞ്ഞു നോക്കാൻ പറ്റിയിട്ടില്ല. നിലവിലെ അവരുടെ അംഗസംഖ്യ നിയമസഭയിൽ 0 ആണ്. ആ സ്ഥിതിയിൽ അവർക്ക് അവിടെ ഒരു ശക്തിയാകാൻ തന്നെ വളരെ വിദൂര സാധ്യതയുള്ളൂ. കോൺഗ്രസ്സുകാർക്കും പോലും ഒരു പ്രതീക്ഷയും അക്കാര്യത്തിൽ ഇല്ല. എന്തുകൊണ്ട്? ഇന്ത്യ മുന്നണി അവിടെ പൊളിഞ്ഞു. ഇന്ത്യ മുന്നണിയായി നിൽക്കുകയായിരുന്നെങ്കിൽ കോൺഗ്രസ്സിനും കെജ്രിവാളിനും അല്പം പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അധികാരം പങ്കിടുന്നതിൽ ഉള്ള മത്സരം തീർച്ചയായിട്ടും ഉണ്ടാകും. അവർക്ക് അബദ്ധവശാലം കാണാൻ ഭരണം കിട്ടിയാൽ. അപ്പോൾ ഈ സാഹചര്യത്തിൽ അവിടുത്തെ തിരഞ്ഞെടുപ്പ് രീതി എന്തായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. BJPക്ക് പൂർണ്ണമായൊരു വിജയം ലഭിക്കുമോ? പിന്നത്തെ ചോദ്യം അതാണ്. BJP കേന്ദ്ര നേതൃത്വം പ്രചരണ രംഗത്ത് അവർക്ക്
ഉപയോഗിക്കാവുന്ന എല്ലാ ശക്തിയും അർത്ഥവും ആളും എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഇതൊരു പ്രധാനപ്പെട്ട മത്സരം. കാരണം ഇന്ത്യൻ തലസ്ഥാനം ഉൾപ്പെട്ട സംസ്ഥാനമാണ്, കേന്ദ്രഭരണ പ്രദേശമാണെങ്കിൽ പോലും ഡൽഹി സംസ്ഥാനം. അപ്പോൾ അവിടുത്തെ ഭരണം കൈവിട്ടു പോകാതിരിക്കാൻ BJP എല്ലാ ശ്രമവും നടത്തും. ഇപ്പോൾ ഈ മത്സരിക്കുന്ന എല്ലാ കക്ഷികളും പിണങ്ങി ഇല്ല കുടമാറ്റം നടത്തുന്ന പോലുള്ള സൗജന്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്രീ സഞ്ചാര സൗകര്യങ്ങൾ, വെള്ളം, വൈദ്യുതിയൊക്കെ ഫ്രീ വെച്ച് കൊടുക്കുകയാണ്. ആദ്യം പറയുന്ന ആൾ മണ്ടനാകുന്ന തരത്തിലാണ് അടുത്ത ആളിൻ്റെ പ്രഖ്യാപനം. ഇതൊന്നും നടപ്പാക്കേണ്ടി വരില്ലെന്ന് പറയുന്നവർക്കും അറിയാം. അതുകൊണ്ട് എന്ത് വേണമെങ്കിലും പ്രഖ്യാപിക്കാവുന്ന ഒരവസ്ഥയാണ്. പക്ഷേ പ്രധാനപ്പെട്ട മത്സരം BJPയും ആം ആദ്മി പാർട്ടിയും തമ്മിലാണ്. ആ മത്സരത്തിൽ ഈ ഭരണബാധ്യതയും ഭരണവൈകല്യവും ശക്തമായ തിരിച്ചടി അനുഭവിക്കേണ്ടി വരിക AAP ആണ്. ഈ AAPയുമായി ബന്ധപ്പെട്ട് AAPക്ക് ഇപ്പോൾ ഒരു പ്രതീക്ഷയുണ്ട് എന്ന് തോന്നുന്നു. അതായത് ഇദ്ദേഹം പറയുന്നുണ്ട്, അവിടുത്തെ മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഞങ്ങൾ തന്നെ ഭരണം പിടിക്കും എന്നൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷെ അതൊരു, ഞാൻ പറഞ്ഞത് പ്രതീക്ഷയുണ്ട് എന്ന് പറയുമ്പോഴും അത് അവർ പുറത്ത് കാണിക്കുന്ന പ്രതീക്ഷയാണോ, ഉള്ളിൽ നല്ല ആശങ്ക അവർക്കുണ്ടോ എന്നുള്ളതാണ്. പക്ഷെ BJPക്ക് പതിവിൽ നിന്ന് വിപരീതമായി നല്ല ആത്മവിശ്വാസവും കാണുന്നുണ്ട്. അവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഒരാൾ ഒരു സഹതാപതരംഗം ഇളക്കി വിടാനായിരുന്നല്ലോ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷന് തൊട്ട് മുമ്പ് അയാൾ കോടതിയുടെ ആനുകൂല്യത്തോടെ ജയിൽ മോചിതനായി വന്നത്. വലിയ പ്രചരണമാണ് അയാൾ നടത്തിയത്. തിരിച്ച് വീണ്ടും ജയിലിലേക്ക് മടങ്ങുകയും ചെയ്തു. ഇടക്കാല ജാമ്യത്തിൽ വന്നതാണ്. പിന്നെ ഇപ്പോഴും അദ്ദേഹം പുറത്തിറങ്ങി. അദ്ദേഹത്തിന് ആ സഹതാപതരംഗം പോലും കിട്ടുന്നില്ല. ഈ തെരഞ്ഞെടുപ്പ് മേഖലയിൽ നമ്മൾ നോക്കുന്നത് ഇയാൾ ഇത്രയും മാസങ്ങൾ തിഹാർ ജയിലിൽ കിടന്ന ഒരു മുഖ്യമന്ത്രിയാണ്. എന്നിട്ട് തിരിച്ച് അയാൾക്ക് കൊടുത്തിരിക്കുന്ന ഇളവെന്ന് പറയുന്ന അധികാര കസേരയിലേക്ക് പോയിരിക്കരുതെന്നാണ്. അതുകൊണ്ടാണ് അവിടെ മുഖ്യമന്ത്രിയെ മാറ്റേണ്ടി വന്നത്. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ പറഞ്ഞ അനുസരിക്കുന്ന, നമ്മുടെ ഭാഷയിൽ ഒരു പാവ മുഖ്യമന്ത്രിയെ അയാളെ കൊണ്ടുവച്ചിട്ട് ഒരു പ്രോക്സി ഭരണം നടത്തുകയും ചെയ്യുന്നു. ഇതൊക്കെ അവിടുത്തെ ജനങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും പ്രബുദ്ധ വോട്ടർമാരുടെ സ്റ്റേറ്റല്ലേ ഡൽഹി. അപ്പോൾ അവിടുത്തെ വോട്ടർമാർക്ക് അവർ കമ്മിറ്റഡ് പൊളിറ്റിക്കലി ബയസ്ഡായ ജനങ്ങളല്ല, ഒരിക്കലുമല്ല. അവരൊരു ദീർഘകാലം കോൺഗ്രസിൻ്റെ കൂടെയായിരുന്നു. പിന്നീട് അവർ BJPയുടെ കൂടെയായി. BJPയെ ഉപേക്ഷിച്ച് ഒരു അരാജക പാർട്ടി എന്ന് പലരും വിശേഷിപ്പിക്കുന്ന ആം ആദ്മി പാർട്ടിയുടെ കൂടെയായി. ആം ആദ്മി പാർട്ടി ഒരു ഡിസ്ഗൈസ്ഡ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അല്ലേ, ഒരു മുഖംമൂടിയിട്ട കമ്മ്യൂണിസ്റ്റ് ആശയമാണ് അവർ പറയുന്നത്. പക്ഷേ അഴിമതിക്കെതിരെ സംസാരിച്ചപ്പോൾ അത് ഡൽഹിയിലെ പൗരാവലിയെ ഭംഗിയായിട്ട് ആകർഷിച്ചു, പ്രത്യേകിച്ച് നിർഭയ കേസൊക്കെ വന്നതിൻ്റെ പിന്നാലെ. അപ്പോൾ ഡൽഹിയിൽ തുടർച്ചയായി നടത്തിയ കോൺഗ്രസ് ഭരണത്തിലെ അഴിമതി, 2G അഴിമതി, കോമൺവെൽത്ത് അഴിമതി, ഇതൊക്കെ നേരിട്ട് കാണുകയും അനുഭവിക്കുകയും ചെയ്തവരാണ് ഡൽഹിയിലെ വോട്ടർമാർ. അണ്ണാ ഹസാരയുടെ സത്യാഗ്രഹം, സത്യാഗ്രഹ വേദിയിൽ നിന്ന് അണ്ണാ ഹസാരയെയും കൂടെ വഞ്ചിച്ചിട്ട് വന്ന ആളാണ് അരവിന്ദ് കെജ്രിവാൾ. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ എന്ന ഈ ചെറിയ കുറിയ മനുഷ്യനിൽ ഒരു ഭാവി മെസ്സിയായെ കണ്ടു ഒരു വേള ഡൽഹിയിലെ സാധാരണ മനുഷ്യരും പ്രത്യേകിച്ച് യുവാക്കളും. അത് അസ്ഥാനത്തായി പോയി. ഇയാൾ അവരെ ഡിസീറ്റ് ചെയ്തു, വഞ്ചിച്ചു എന്നവർക്ക് മനസ്സിലായി. ഇപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട് ഹീസ് എ ലയർ ആൻഡ് എ ഡിസീറ്റ് എന്ന്. അപ്പോൾ ആ തരത്തിലേക്ക് അയാളെ പ്രതീക്ഷ അർപ്പിച്ചവർ പോലും ഇങ്ങനെ ഫൽസിക്കുന്ന അവസ്ഥയിലാണ്. കെജ്രിവാളിൻ്റെ നേതൃത്വത്തിലൊരു ഭരണം മടങ്ങി വരാൻ യാതൊരു സാധ്യതയില്ല. അല്ല, അദ്ദേഹം അഴിമതി നടത്തിയിട്ടുണ്ട്. അദ്ദേഹം ഒരു ത്യാഗിയായിട്ടൊന്നും ജയിലിൽ പോയി കിടന്നതല്ല. അദ്ദേഹത്തെ BJP ഗവൺമെൻറ് ഭരണകൂടം അങ്ങ് ജയിലിൽ അടച്ചിട്ട് പകപോക്കുകയൊന്നും അല്ല എന്നുള്ളത് ഡൽഹിയിലെ ജനങ്ങൾക്കും ഇന്ത്യയിലെ ജനങ്ങൾക്കും തന്നെ കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. സുപ്രീം കോടതി വരെ അത് കൃത്യമായിട്ട് പറഞ്ഞു. അപ്പം അദ്ദേഹത്തിൻ്റെ വീടുമായി ബന്ധപ്പെട്ട്, ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഈ പുനർനിർമ്മാണമൊക്കെ ബന്ധപ്പെട്ട് നീന്തൽക്കുളം മുതൽ ഏറ്റവും വലിയ AC, ഏറ്റവും പൈസയുടെ ACയും കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തതും. അതൊക്കെ വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട്. എന്തായാലും ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ഡൽഹിയിൽ ഒരു BJPയുടെ ഭരണം അല്ലെങ്കിൽ BJPക്ക് വൻ സാധ്യതയാണ് ഉള്ളതെന്ന് തന്നെയാണ് അങ്ങ് പറയുന്നത്. തീർച്ചയായിട്ടും അവിടുത്തെ രാഷ്ട്രീയ കാര്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് BJPക്ക് അനുകൂലമാണ് സ്ഥിതി.
അതേസമയം ഇയാളൊരു മുഗൾ ചക്രവർത്തിയെ പോലെയാണ് അവിടെ ഭരിച്ചതെന്നും ഇയാൾ പറഞ്ഞ അഴിമതി വിരുദ്ധ മുഖം ഇയാളുടെ ഒരു കാപട്യമാണെന്നും ഡൽഹിയിലെ വോട്ടർമാർക്ക് വളരെ പ്രയാസമില്ലാതെ മനസ്സിലാക്കി. അതാണ് അവസ്ഥ. പിന്നെ ഡൽഹിയിൽ നിന്ന് വരുന്ന പത്രങ്ങളിൽ നിന്നും മറ്റ് മാധ്യമങ്ങളിൽ നിന്നും നമ്മൾക്ക് പിന്നെ വായിച്ചെടുക്കുന്ന ആശയങ്ങളും ചില സർവേകളും അത്തരത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അടിസ്ഥാന വിഷയങ്ങൾ AAPക്ക് എതിരാണ്. അതെ അതാണ് കാര്യം. ശരി.